ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2-ൻ്റെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഒരു വിശേഷം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ജീവൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് ഒരു വൻ തുക നഷ്ടപരിഹാരം വേണമെന്ന് ദേവമംഗലത്ത് വന്ന് പറഞ്ഞിട്ട് പോയിക്കാണ്. അവരൊക്കെ ഞെട്ടാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഫാമിലി ആയിരുന്നോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ അവരുടെ ബാലൻ്റെയും ഗോമതിയുടെയൊക്കെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാവുകയാണ്. ഇതേ സമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് നമ്മുടെ മിത്ര അനന്തൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് അനന്തൻ നമ്മുടെ അലോകിനെ നല്ല രീതിയിൽ ഉപദേശിക്കുകയാണ്. അതായത് നീ എന്താണോ ഈ വീട്ടിൽ കാണിക്കുന്നത് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് മിത്രയാണ്. കാര്യം അവൾ ഈ വീട്ടിലെ കുടുംബത്തിനെ നാണം കെടുത്തി അവൻ്റെ കൂടെ പോയി എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ നമ്മൾ കാരണം ഇനി അവൾ അവിടെ സങ്കടപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരണ്ട. അനു ഈ വീട്ടിലെ പെൺകുട്ടിയാണ്, അവളൊരു മരുമകളായിട്ട് നീ കാണരുത് എന്ന് ഭാര്യയായിട്ട് കണ്ട് അവൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും നിൽക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അനു ഡ്രസ്സ് മേടിക്കാൻ പോണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ അനന്തൻ അലോകിനെ നിർബന്ധിപ്പിച്ച് അനുവിന് എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടത് ഇവിടെ കൃഷ്ണമംഗലത്ത് ഒരു കുറവും വരാൻ പാടില്ല, അതൊക്കെ കണ്ടറിഞ്ഞ് നീ ചെയ്യണം, പറഞ്ഞ കേട്ടല്ലോ എന്ന രീതിയിൽ താക്കീത് പോലെ തന്നെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനന്തൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അച്യുതനും അതുപോലെ അലോകും കൂടെ പറയണം, ഈ ഇടയായിട്ട് ഇച്ചിരി മോളെ കൂടെയൊക്കെ ഒരു കൂറ് കൂടുതലാണ് ചേട്ടന്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലോക് ഇങ്ങനെ ഇടയിൽ ചിന്തിക്കണം കേട്ടോ, ഇവക്ക് എങ്ങനെ 8ൻ്റെ ഒരു പണി കൊടുക്കുക, എവളെ നാണം കെടുത്തണം, ആ നാണം കെടുന്ന വഴി ദേവമംഗലം അറിയുകയും വേണം, അതിനുള്ളൊരു പോംവഴി കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ അലോക് നമ്മുടെ അനു ഒരു ആവശ്യം പറഞ്ഞൊക്കെയാണല്ലോ, തനിക്ക് ഇടാൻ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇതിൽ നമ്മുടെ അനുവിനെയും കയറ്റിക്കൊണ്ട് ഒരു മാളിൽ പോവേണ്ട കേട്ടോ. അപ്പോൾ മാളിൽ ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് അനു പറഞ്ഞു, അതെ അലോകെ, എനിക്ക് 1-2 ഡ്രസ്സൊന്നും പോരാ, എനിക്ക് കുറേ ടോപ്സും മറ്റുമൊക്കെ വേണ്ടി വരും, ഇത് വലിയ വില കൂടിയ മാളാണ്, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ആവും. അതെ, നിൻ്റെ ദേവമംഗലം അല്ല ഞാൻ കൃഷ്ണമംഗലത്ത് ജനിച്ചതാണ്, എനിക്ക് പൈസയും കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എണ്ണിപ്പിറക്കി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലോക് പറയണം. പക്ഷേ അനുവിൻ്റെ ഉള്ളിൽ ഒരു കത്തലുണ്ട്. കാര്യം വേറൊന്നുമല്ല, അലോകിൻ്റെ കൂടെയാണ് താൻ വന്നേക്കുന്നത്, ഇവൻ എനിക്കിട്ട് എന്തെങ്കിലും പണി തരുമോ. പിന്നെ ഒരു സമാധാനം എന്തെന്ന് വെച്ചാൽ അനന്തമാമൻ അനന്തനങ്ങൾ പറഞ്ഞിട്ടാണല്ലോ വരുന്നത്, അതുകൊണ്ട് ആ ഒരു ഇതിലായിരിക്കും ചിലപ്പം അലോക് വരുന്നത് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അവർ ടെക്സ്റ്റൈൽ ഷോപ്പിനകത്ത് കയറുകയാണ്. അപ്പോൾ സാധാരണ ഒരു ഷോപ്പ് മതിയെന്ന് അലോകിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അലോക് അതൊന്നും കാര്യമാക്കിയില്ല, അലോകിൻ്റെ ലക്ഷ്യം വേറെയാണ്. അങ്ങനെ മാളിൽ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയിട്ട് അപ്പോൾ അവിടെ ചെന്ന് കയറുമ്പം തന്നെ ആ ഒരു മാനിക്യൂണിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടൊക്കെയാണ്. അപ്പോൾ അത് ആ സെയിൽസ് ഗേളിൻ്റെ അടുത്ത് നമ്മുടെ അനു ചോദിക്കുന്നുണ്ട്, അല്ലേ ഇത് എത്ര രൂപയാണെന്ന്, ഇതെങ്ങനെ എത്ര പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, മാഡം അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്, അത് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പൈസ എനിക്ക് പ്രശ്നമല്ല, അത് റേറ്റും കാര്യങ്ങളും അളവും ഒക്കെ എനിക്ക് സ്യൂട്ടാണെങ്കിൽ അത് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലോക് നല്ലൊരു ചിരി ഉള്ളിൽ കിടന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ അലോകിന് മനസ്സിലാവുന്നുണ്ട്, ഇവൾ തൊടുന്നതെല്ലാം ഹൈ ക്വാളിറ്റി സാധനങ്ങളും എനിക്ക് 8ൻ്റെ പണി തരാനുള്ള നമ്പറാണെന്നും അലോകിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നേരമൊക്കെ അലോക് അനുവിൻ്റെ ഒപ്പം തന്നെ നിന്നു. അപ്പോൾ അലോക് ഓരോന്നും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. കാരണം അനുവിൻ്റെ കണ്ണൊന്ന് വെട്ടിക്കുന്ന സമയത്ത് കൊണ്ട് കണ്ണ് വെട്ടുന്ന സമയം കൊണ്ട്, അതായത് അനു കാണാത്ത ഒന്ന് കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒന്ന് മുങ്ങണമല്ലോ, അപ്പോൾ അതിനുള്ളൊരു അവസരം പാത്ത് ഇങ്ങനെ അലോക് നിൽക്കുകയായിരുന്നു. എൻ്റെ അലോക് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവിടെ വെച്ച് അവൾ ഇത്രയും വലിയ എമൗണ്ടിൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബില്ലടയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഇവൾ ഇത്രയും സ്റ്റാഫുകളുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ നിന്ന് കരയും. ആ സംഭവം ദേവമംഗലത്ത് അറിയുകയും വേണം. അപ്പോഴേ ആ ബാലനും മക്കൾക്കും ഒക്കെ നല്ല സന്തോഷം അങ്ങോട്ട് മനസ്സിൽ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലോക് മനസ്സിൽ ചിന്തിച്ച് കൂട്ടണം കേട്ടോ. അങ്ങനെ ഒരു നിമിഷം നമ്മുടെ അനുവിൻ്റെ കണ്ണ് മാറിയ സമയം കൊണ്ട് നമ്മുടെ അലോക് അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പ് ആവണം കേട്ടോ. എന്നിട്ട് നേരെ കൃഷ്ണമംഗലത്തോട്ട് വരികയാണ്. അപ്പോൾ അവിടെ അച്യുതനുണ്ട്. അപ്പം അലോക് അച്യുതൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛാ അനന്തനങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കണം. വല്യച്ഛൻ എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുകയാണ്. അങ്കിളല്ല, വല്യച്ഛൻ എങ്ങോട്ട് പോയെന്ന് ചോദിക്കണം. അപ്പോൾ അച്യുതൻ പറയുന്നു, അത് ചേട്ടനെ ഏതോ മിനിസ്റ്റർ ആരോ കാണാൻ വേണ്ടി പോയിക്കുക, എന്താണെന്ന് ചോദിക്കും. അച്ഛന് ഈ അലോകിന് ഒരു വിലയും ഇല്ലല്ലോ, അലോക് ഇന്ന് എന്താ ചെയ്തിട്ടെന്ന് അച്ഛൻ അറിഞ്ഞോ? കേട്ടോ, എന്നാൽ അവക്കിട്ട് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ട്
പറഞ്ഞിട്ടാ അച്ഛാ ഞാൻ വന്നത്. അപ്പം അച്യുതൻ ചോദിക്കും, ആർക്കിട്ടാ, നീ തുണി മേടിക്കാൻ ഡ്രസ്സ് മേടിക്കാൻ അവളെ കൂടെ പോയതല്ലേ, പിന്നെ നീ മാത്രം എന്തേ തിരിച്ച് വന്നത് എന്നിങ്ങനെ അച്യുതൻ ചോദിക്കുകയാണ്. അപ്പോഴാണ് അലോക് കാര്യങ്ങളൊക്കെ പറയണത്. അവളെ ഞാൻ ഏറ്റവും വില കൂടിയ ഡ്രസ്സുള്ള ഒരു മാളിലെ ടെക്സ്റ്റൈൽസിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അവളെ എടുക്കണതോ എൻ്റെ നെഞ്ചത്ത് കുത്താൻ പാകത്തിന് 35,000-ൻ്റെയും 10,000-ൻ്റെയും ഡ്രസ്സും ടോപ്സൊക്കെയാണ് അവളെ എടുക്കണത്. എടുക്കട്ടെ അച്ഛാ, ബില്ലടയ്ക്കണ നേരമാകുമ്പോൾ അവൾ എന്നെ നോക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവില്ല. അതെ, അവൾ ഈ എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു 5-ൻ്റെ പൈസ പോലും എടുക്കാണ്ടാണ് വന്നിരിക്കുന്നത്. മിക്കവാറും അവൾ ബില്ല് സെറ്റിൽ ചെയ്യണ സമയം എന്നെ കാണാണ്ട് അവിടെ നിന്ന് കരഞ്ഞ് നാണം കെടും മറ്റുള്ളവരുടെ മുമ്പിൽ. അവൾ അങ്ങനെ തൊലി ഉരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് കാണണം. അതെനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പം തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെന്നൊക്കെ അലോക് ഇങ്ങനെ അച്യുതൻ്റെ അടുത്ത് പറയണേ. അപ്പോൾ അച്യുതൻ പറഞ്ഞു, അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ഒരു സംഭവം നിനക്ക് നീ ദേവമംഗലത്തും കൂടെ അറിയിക്കണം, അപ്പോഴേ അവൾക്ക് കുറച്ചും കൂടെ വിഷമാവുള്ളൂ എന്ന് അച്യുതൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും എൻ്റെ മോനൊരു മണ്ടനല്ല, നിനക്ക് ബുദ്ധിപരമായിട്ടൊക്കെ പലതും ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ അലോക് ഒന്ന് പൊങ്ങുകയാണ്. തൻ്റെ അച്ഛൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം ഓർത്ത്. എന്നിട്ട് അലോക് പറയുന്നുണ്ട്, എൻ്റെ ഉദ്ദേശം ഇത് മാത്രമല്ല അച്ഛാ, കാരണം ഇത് ദേവമംഗലത്ത് അറിയുമ്പോൾ നമ്മുടെ മിത്രയ്ക്കും 8-ൻ്റെ പണി കിട്ടും. കാരണം എവളെ എന്ത് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും ആര്യൻ അവളെ കൂടെ അവിടെ പെരുമാറുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അച്യുതൻ പറഞ്ഞു, കാര്യം നമ്മുടെ കുടുംബത്തെ കൊച്ചു തന്നെയാണ് മിത്ര, പക്ഷേ അവളെന്നാണോ ഈ കൃഷ്ണമംഗലത്തെ നാണം കെടുത്തിക്കൊണ്ട് ആ ദേവമംഗലത്തേക്ക് വലത് കാലെടുത്ത് വെച്ചോ, അന്ന് തീർന്നു ആ ബന്ധം. അതുകൊണ്ട് അവൾ വിഷമിക്കുന്നതിലൊന്നും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല എന്നുള്ളതിങ്ങനെ നമ്മുടെ അച്യുതനും പറയണം കേട്ടോ. അങ്ങനെ ഇതേ സമയം നമ്മുടെ അനു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടോപ്സ് കാണപ്പെടും അനുവിന് ഭയങ്കര ഒരു ഇതാണ്. അനു ഇടയ്ക്ക് ഇങ്ങനെ അലോകിനെ നോക്കുന്നുണ്ട്. അപ്പം താഴെ എങ്ങാനും പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് അനു നിന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ കുറേ നേരമായിട്ടും കണ്ടില്ല. അവസാനം ഡ്രസ്സൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അനു സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ സെയിൽസ് ഗേൾ കൂടെ നിന്ന് ചോദിക്കുന്നുണ്ട്, മാഡം ഇനി എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല മതി, ഇത് ബില്ല് ആക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ മാഡം എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യൂ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് അനുവിനെ വലിയ കാര്യം. ഒരു ഷോപ്പിൽ ഇത്രയും എമൗണ്ടിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ആ വരുന്ന കസ്റ്റമേഴ്സിനെ അവർ ആ രീതിയിൽ കാണുമല്ലോ. അങ്ങനെ ആ രീതിയിൽ അനു വലിയതായിട്ടൊക്കെ നിൽക്കുകയാണ്. പക്ഷേ അലോകിനെ നോക്കിയപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ അനുവിനൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം എനിക്കിട്ട് അവൻ 8-ൻ്റെ പണി തന്നിട്ടായിരിക്കുമോ പോയത് എന്ന രീതിയിലൊക്കെ. അവസാനം ആ സ്റ്റാഫ് ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അനുവിൻ്റെ ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എടുത്ത ഡ്രസ്സെല്ലാം 10,000, 35,000, 20,000 രൂപയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സ്റ്റാഫ് കൊണ്ടുവന്ന് ബില്ല് കൊടുക്കുകയാണ് നമ്മുടെ അനുശ്രീയുടെ കയ്യിൽ. അനുശ്രീ ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം 1,00,000-ന് മേലെ 2,00,000 രൂപ അടുപ്പിച്ചിട്ടുള്ള ഒരു എമൗണ്ട് അനു എടുത്ത സാധനങ്ങൾക്കെല്ലാം കൂടെ ആവുകയാണ്. അപ്പോൾ അലോക് എന്തായാലും ഇല്ല, അനുവിനാകെ ഒരു ടെൻഷൻ കയറി. പക്ഷേ അനു അലോകിൻ്റെ ഒപ്പം ഒരു കാര്യം ആഗ്രഹിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് പുറത്തോട്ട് വരുള്ളൂ. കാരണം അലോകിനെ അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ അനുശ്രീ. അതുകൊണ്ട് തനിക്കിട്ട് 8-ൻ്റെ പണി അവൻ എന്തായാലും തരും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് അനു വന്നത്. അപ്പോഴേക്കും ആ സ്റ്റാഫ് ചോദിക്കണം, മാഡം കാർഡാണോ അതോ ക്യാഷ് ആണോ എന്ന് ചോദിക്കണം. അപ്പോഴാണ് അനു അന്തസ്സോടുകൂടി ആ കാർഡ്, ATM കാർഡ് അങ്ങ് എടുക്കുന്നത്. കാരണം അലോകിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാനായിട്ട് അനു പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ അലോക് പോലും അറിയാണ്ട് അനു ആ ATM കാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തും തപ്പിപ്പിടിച്ചും ആ പിൻ നമ്പറും കൂടെ അനു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അനു സങ്കടപ്പെട്ട് ചമ്മി നാറി അവിടെ കെട്ട് നാണം കെടുന്ന സീനൊക്കെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ അലോകും അച്യുതനും അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ATM കാർഡിൽ നിന്ന് ക്യാഷ് അവർ തുണിക്കടക്കാരെ എടുക്കുമല്ലോ. ആ ടൈമിൽ നമ്മുടെ അലോകിൻ്റെ മൊബൈലിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ അലോക് വെറുതെ എടുത്ത് ആ മെസ്സേജ് നോക്കുമ്പോഴത്തേക്ക് 2,00,000 രൂപ അടുപ്പിച്ച് വിഡ്രോ പോയിരിക്കുന്നു. അപ്പോൾ അലോക് പെട്ടെന്ന് അച്ഛാ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടല്ലോ, ഇതെന്നെ സംഭവിച്ചു. അപ്പോൾ അച്യുതൻ ചോദിച്ചു, എടാ നിൻ്റെ ATM കാർഡ് എങ്ങനെ നീ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോ? ഇല്ല ചാ, ATM കാർഡ് എൻ്റെ പേഴ്സിലുണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് പേഴ്സ് നോക്കിയപ്പോൾ ATM കാർഡ് ഇല്ല. പിന്നെയാണ് മെസ്സേജ് നോക്കുന്നത്. സംഭവം വേറെ എങ്ങുമല്ല, അനുവിനെ കൊണ്ടാക്കി ആ മാള് ടെക്സ്റ്റൈൽസിൽ നിന്നാണ് അവിടുത്തെ ഷോപ്പിങ്ങിൻ്റെ എമൗണ്ടാണ് പോയിക്കണത്. അപ്പോൾ അലോകിന് അത് വല്ലാത്തൊരു അടിയായി പോവിട. അലോക് അന്തം വിടണ്. അച്ഛാ അവൾ എൻ്റെ അക്കൗണ്ടിൽ കിടന്ന ഫുൾ എമൗണ്ടും എടുത്തു. നീ എന്ത് വിഡിതരടാ ഈ പറയണത്? 2,00,000 രൂപ നീ കൊണ്ട് കളഞ്ഞിട്ടാണോടാ നീ ഇവിടെ നെളിഞ്ഞ് എൻ്റെ മുമ്പിൽ വലിയ ആളായിട്ടിരുന്നത്? അവൻ ഒരു വെടിക്ക് 2 പക്ഷി. ഇപ്പോൾ ഒറ്റ വെടിക്ക് തന്നെ നിൻ്റെ ജീവിതം തീർന്നല്ലോ, നിൻ്റെ കഥ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അച്യുതൻ
കുറേ കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ അലോകിനെ. അലോക് വരട്ടെ, ഞാൻ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഈ അലോക് ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ പറയും, അതെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് തൊട്ട് അനുശ്രീ ആരാണെന്ന് ഞങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ റൂമിൽ നിന്ന് എപ്പം നോക്കിയാലും കരച്ചിൽ കേൾക്കണത് നിൻ്റെ, നിനക്കിട്ട് അവൾ പണി തന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്കറിയാം. നിൻ്റെ അമ്മയ്ക്കോ മുത്തശ്ശിക്കോ ഒന്നും അറിയില്ല. എടാ, ആദ്യം നീ അവളെ ആദ്യം ഒതുക്കാൻ നോക്ക്, എന്നിട്ട് നീ ദേവമംഗല കാര്യം കൂടെ അതിൻ്റെ ഒപ്പം ഒതുക്കുന്ന കാര്യത്തെക്കുറിച്ചും മിത്രേനെ ഒതുക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. അവൻ വലിയ സംഭവം ചെയ്ത് കണക്ക് വന്ന് നെളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അച്യുതൻ കുറ്റപ്പെടുത്തേനു. അപ്പോഴേക്കും അലോകിനെ അങ്ങോട്ട് ദേഷ്യം എരച്ച് കയറുകയാണ് കേട്ടോ. അലോക് പറഞ്ഞു, അച്ഛാ, ഇത്രയും നേരം എന്നെക്കുറിച്ച് പൊക്കി പറഞ്ഞിട്ട് എടാ മണ്ടനായ നിന്നെക്കുറിച്ച് ഇനി ഞാൻ പൊക്കി പറയണോ? എണീറ്റ് പൊക്കോണം എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അച്യുതൻ എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. അലോകിന് വന്ന ദേഷ്യം. അപ്പോഴേക്കും നമ്മുടെ അനുശ്രീ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് എത്തുകയാണ്. വലിയ സന്തോഷമായിട്ട്, കാരണം നല്ല നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, അലോക് എനിക്കിട്ട് പണി തരാൻ വന്നതാണ്, തിരിച്ച് ഞാൻ അവന് ഡബിൾ 8 പണി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണമംഗലത്ത് വന്ന് കയറി ഓട്ടോയൊക്കെ പറഞ്ഞു വിട്ട് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ബെഡ്റൂമിൽ പോവുകയാണ്. അപ്പോൾ അലോക് നേരത്തെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ബെഡ്റൂമിൽ അങ്ങനെ നോക്കിയിരിക്കണം, അവൾ വരട്ടെ, ഞാൻ അവൾക്ക് കാണിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും നമ്മുടെ അനു ചെന്ന് ഡ്രസ്സും കാര്യങ്ങളും കിറ്റെല്ലാം ആ ബെഡിലോട്ട് ഇടുന്നു. ഓ എൻ്റെ പോനെ, ഞാൻ തളർന്നു അലോകെ. അതെ, നീ എന്നെക്കുറിച്ച് എന്താ കരുതിയത്? നീ അവിടെ എന്നെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അവിടെ നിന്ന് കഴിയുമെന്നൊക്കെ നീ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? അതെ, ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു, ഏകദേശം എമൗണ്ട് വിഡ്രോ ചെയ്തു. പക്ഷെ എനിക്ക് നാണക്കേട് തോന്നുക കേട്ടോ അലോകെ. അപ്പോഴേക്കും അലോക് ഞേടി, എൻ്റെ പൈസ എടുത്ത് നാണം കേട്ടവളെ, നീ ഷോപ്പിംഗ് നടത്തിയിട്ട് എൻ്റെ മുന്നിൽ നെളിയുന്നു. എടി, നിനക്ക് നാണം ഉണ്ടോടി എന്നിങ്ങനെ അലോക് ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് നാണിക്കേണ്ടത്? എൻ്റെ ഭർത്താവിൻ്റെ ATM കാർഡ് എടുത്ത് ഞാൻ ഷോപ്പിംഗ് ചെയ്താലേ എനിക്ക് നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ ഭർത്താവ് നിന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അനുവിനെ അങ്ങനെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരെയാണ് കേട്ടോ. അപ്പോഴേക്കും അനു പറഞ്ഞു, ദേ അടങ്ങി നിന്നോളും, നീ ഒരു കാര്യം മനസ്സിലാക്കലോകെ. നീ മനസ്സിലാക്കി വെച്ചിരുന്ന അനു എന്ന് ഈ കൃഷ്ണമംഗലത്ത് കാലെടുത്ത് വെച്ചോ അന്നും മരിച്ചു. ഈ അനു പുതിയ അനു, ഈ അനുവിൻ്റെ കൂടെ നീ നിന്ന് ജയിച്ച് ഒരു പടി മുന്നോട്ട് പോകണമെങ്കിൽ നീ ഇനി രണ്ടാമത് ജനിക്കണം എന്ന രീതിയിലൊക്കെ പറയണം. പിന്നെ ATM കാർഡ് ഇനി തന്നില്ല എന്ന് വേണ്ട, സൂക്ഷിച്ച് വെക്കുക കേട്ടോ അലോകെ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിൻ്റെ ATM കാർഡിൽ ഈ 1-2 ലക്ഷം രൂപയൊക്കെ ഉള്ളോ? ഞാൻ വിചാരിച്ചു കൃഷ്ണമംഗലത്തെ ചെറുമകനല്ലേ, അപ്പോൾ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ഉണ്ടാവുമെന്ന് കരുതി. അപ്പോഴേക്കും അലോകിനങ്ങോട്ട് ദേഷ്യം പറയണം. അപ്പോൾ അലോകം മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതുപോലെയൊന്നും അല്ല, ഇവള് ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്, ഇവളെ ഒന്ന് ശരിയാക്കി മെരുക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. എന്തായാലും അനുവിന് വലിയ സന്തോഷമായി, കാരണം നല്ലൊരു പണി തന്നെ അലോകിനിട്ട് കൊടുത്തു. വന്ന് കൃഷ്ണമംഗലത്ത് എത്തിയതിൽ പിന്നെ അലോകിനിട്ട് കൊടുത്ത നല്ലൊരു പണി തന്നെയായിരുന്നു ഇത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവമംഗലമാണ്. ബാലൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, കാരണം എന്ത് ചെയ്യും, 1 കോടി രൂപ ഒരു മാസം കൊണ്ട് കൊടുക്കണ്ടേ, അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമ്മുടെ ഈ ബാലൻ കിട്ടുന്ന ലാഭമൊക്കെ 1-2 അക്കൗണ്ടിലൊക്കെ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ പൈസയൊക്കെ അക്കൗണ്ടിലും മറ്റും ഇടാനായിട്ട് പോകുന്നത് നമ്മുടെ ആകാശാണ്. പക്ഷേ ആകാശ് ഒരു 8ൻ്റെ പണി ഇട്ട് കാണിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അറിഞ്ഞോ അറിയാതെ ഒരു മണ്ടത്തരത്തിലോട്ട് ചെല്ലും. അതായത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ നമ്മുടെ ആകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ, നിനക്ക് ഒരു ഗവൺമെൻറ് ജോലി ഞാൻ റെഡിയാക്കി തരാം, പക്ഷേ ഒരു 10 ലക്ഷം രൂപ നീ മുടക്കേണ്ടി വരിക. അപ്പോൾ ആകാശ് ആലോചിക്കുകയാണ്, എന്തായാലും വീട്ടിലൊരു നിലയും വിലയില്ല, എങ്ങനെയെങ്കിലും ആ പൈസ കൊടുക്കാം, കാരണം മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ 10 മാസം കൊണ്ട് ആ പൈസ അങ്ങ് ക്ലിയർ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആകാശ് ചിന്തിക്കുകയാണ്. അങ്ങനെ ആകാശ് മീനാക്ഷിയോട് പോലും ഈ ഒരു വാക്ക് പറയാണ്ട് ഈ ബാലൻ്റെ അക്കൗണ്ടിൽ, അതായത് ബാങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ ആകാശമായതുകൊണ്ട് ആകാശ് ആ 10 ലക്ഷം രൂപ എടുത്ത് മീനാക്ഷിയുടെ അച്ഛൻ്റെ കയ്യിലും കൊടുക്കുകയാണ്. ഏകദേശം 1 മാസത്തോളമായി ഇത് ബാലനോ മറ്റാരും മീനാക്ഷി പോലും അറിയുന്നില്ല. അങ്ങനെ കുറേ ഈ സംഭവം, അതായത് ഈ നമ്മുടെ ജീവൻ്റെ വീട്ടുകാർക്ക് പൈസ കൊടുക്കണമല്ലോ, ആ ഒരു സമയം വന്നപ്പോഴാണ് ബാലൻ ഈ കേസിനെ കുറിച്ച് പിന്നെ ആലോചിക്കുന്നത്. അങ്ങനെ ആകാശ് ബാങ്കിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ബാലൻ പറയുന്നുണ്ട്, ആകാശ് നീ ഒരു കാര്യം ചെയ്യുക, നമുക്ക് എങ്ങനെയെങ്കിലും ആ പൈസ കൊടുക്കണം, അവരുടെ മുന്നിൽ നമ്മൾ തല കുനിക്കാൻ പാടില്ല, എന്തായാലും എന്തെങ്കിലുമൊക്കെ കൂട്ടി നമുക്ക് പറ്റുന്ന അങ്ങോട്ട് കൊടുക്കാം. അപ്പോഴാണ് ആകാശ് എന്താ അച്ഛാ
ചെയ്യേണ്ടത്? അത് ഞാൻ ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്, നീ അത് ഇങ്ങനെ വിഡ്രോ ചെയ്ത് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ബാലൻ പുറത്തോട്ട് പോവാണ്. ആകാശ് ഇടി വെട്ടി കണക്കായി പോയില്ലേ. കാരണം ആ പൈസ ഒരു മാസം മുന്നേ തന്നെ മീനുവിൻ്റെ അച്ഛന് കൊടുത്തു, ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ആകാശ് അവിടെ ഇരുന്ന് അങ്ങോട്ട് വല്ലാണ്ടാവുകയാണ്. ആ സമയം നമ്മുടെ ആര്യൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആര്യൻ ചോദിച്ചു, അല്ല എൻ്റെ ആകാശയുടെ മുഖമൊക്കെ വല്ലാണ്ട് വാടിയിരിക്കണേ. ഒന്നുമില്ല, ഇല്ല എന്തോ ഉണ്ട്, എന്നോട് പറയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ നടന്ന സംഭവങ്ങൾ പറയണത്. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യം പറഞ്ഞു, ചേട്ടൻ ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ, ഗവൺമെൻറ് ജോലിയൊക്കെ ഒരു PSC എഴുതാണ്ട് റാങ്ക് ലിസ്റ്റ് കയറാണ്ടൊക്കെ എങ്ങനെ കിട്ടുമെന്നാ? ഇത് മിക്കവാറും മീനുവച്ചിയുടെ അച്ഛൻ പറ്റിച്ചതാണ്. അയാൾക്ക് ഇത്രയും കോടികളുള്ളതല്ലേ, അയാൾക്ക് ഒരു 10 ലക്ഷം രൂപ മരുമോന് വേണ്ടി കൊടുക്കുന്നതിൽ എന്താ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ ആര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അച്ഛനോട് എന്ത് പറയൂ ഏട്ടാ? അപ്പോഴേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു, എനിക്കറിയില്ലടാ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്. കാരണം ഈ ജീവൻ്റെ ഫാമിലി നമ്മൾ വിചാരിച്ചതുപോലെ അത്ര നല്ല ഫാമിലിയൊന്നുമല്ല. കാരണം ഇത്രയും വലിയ രൂപയൊക്കെ നഷ്ടപരിഹാരം വേണമെന്ന് പറയണമെങ്കിൽ ഒരു കണക്കിന് നമ്മുടെ അനു അങ്ങോട്ട് പോകാതിരുന്നത് നന്നായി. എന്തായാലും ഇവരുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, അങ്ങനെ അതിനെക്കുറിച്ച് ഒന്ന് ചെകഞ്ഞ് നോക്കണമെന്നും പറഞ്ഞ് മിത്രയും മീനാക്ഷിയും കൂടെ പല പ്ലാനും ആസൂത്രണം ചെയ്യണം. പിന്നീടാണ് ആകാശ് ഈ കാര്യം നമ്മുടെ മീനുവൊക്കെ അറിഞ്ഞ് ഇങ്ങനെ 10 ലക്ഷം രൂപ അച്ഛൻ്റെ കൊടുത്ത കാര്യങ്ങളും. പക്ഷേ മീനാക്ഷിക്കാണെങ്കിലും അത് വീട്ടിൽ പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഈ 10 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും? ആകെ കൺഫ്യൂഷനായി. മീനാക്ഷിക്ക് ടെൻഷനായിട്ട് പാടില്ല, കാരണം അച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാവില്ലേ. അങ്ങനെ ഒരു ഭയങ്കര സംഭവമാണ് നമ്മുടെ ദേവമംഗലത്ത് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇപ്പം പറഞ്ഞ ഈ സീന് മിക്കവാറും ഒരു 2 ഡേയ്സിനുള്ളിൽ നമ്മുടെ സാന്ത്വനം 2 വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ ആ സ്റ്റോറി മിക്കവാറും നാളെ വരുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം. ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇനി വരാനിരിക്കുന്ന സാന്ത്വനം 2ൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.